പറയാൻ പോവാട്ടോ. കഥ പറയട്ടെ. ടംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ട. ക്രിക്കറ്റും ഫുട്ബോളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ മക്കൾ എവിടെയില്ല കേട്ടോ. ഇന്ന് 2 പുലിക്കുട്ടികളെ പറ്റിയിട്ടാണ് ഇന്നത്തെ കഥ കേട്ടോ. അതെന്തെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് 2 ഫ്രണ്ട്സ് ഉണ്ടായിന്. ഒരാൾക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരാൾക്ക് ഫുട്ബോളും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവരെ വീട്ടുകാർ 2 വീട്ടുകാരും ഇവരെ ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കാൻ സമ്മതിച്ചില്ല. കൈ പൊട്ടും കാല് പൊട്ടും എന്ന് പറഞ്ഞിരിക്കുക. എന്നൊരു വീട്ടുകാരായിരുന്നു ഇവരെ വീട്ടുകാർ. ഇവർ 2 പേരും ആ സങ്കടങ്ങളുള്ളിൽ വെച്ച് വർഷങ്ങളോളമായിട്ട് നടക്കുകയായിരുന്നു ഈ 2 കൂട്ടുകാരും കേട്ടോ. 2 പേരെ വീട്ടുകാർക്കും ഉപ്പമാർക്കും അറവിൻ്റെ പണിയാണ്. ഒരു ദിവസം അവരുടെ വീട്ടിൽ അറവിൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അവരെ കുറച്ച് ഉള്ളോട്ട് ഒരു ബക്കറ്റിൽ സാധനമായി അവരെ പറഞ്ഞയച്ചപ്പോൾ അവരത് കൊട്ടാൻ വേണ്ടി പോയപ്പോൾ ആൾതാമസം കുറഞ്ഞ ഏരിയ ആയിരുന്നു അത്. കുറച്ച് വിജനമായ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ജനവാസം കുറഞ്ഞ സ്ഥലമായിരുന്നു. അങ്ങനെ അവർ 2 പേരും പോയപ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടക്കരച്ചിലും നിലവിളിയും കേട്ടു. അപ്പോൾ അവരങ്ങോട്ട് നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച, ഒരു പറ്റ ആളുകൾ ഒരു വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങിയതാണ്. പരിചയം ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. ഈ കൂട്ടക്കരച്ചിൽ കേട്ട് അവർ നോക്കുമ്പോൾ അവരെ പിടിക്കാനായിട്ട് ഒരു പുലി ഗർജിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇവരെ 10-20 ആളുകൾ ഒന്നായിട്ട് കരയുന്നത്. അതിലേതെങ്കിലും ഒരാളെ പുലി പിടിച്ച് കൊണ്ടുപോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ കുട്ടികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടരുത്, എല്ലാവരും കൂട്ടമായി ഒരു മൂലയിലേക്ക് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മുതിർന്ന ആളുകൾ പറയാണ്, ഈ ചെറുക്കൻ എന്താ പറയുന്നത്, ഈ ചെറുക്കന്മാരെന്താ പറയുന്നത്, മുതിർന്ന ആളുകൾ മാറി നിൽക്കാനോ? ഈ ചെറുക്കന്മാർ എന്ത് ചെയ്യാനാണെങ്കിലും മക്കൾ പറഞ്ഞു പോണോ അവരൊരു ഭാഗത്തേക്ക് മാറി നിന്നു. അപ്പോൾ മറ്റേ ഫുട്ബോൾ കളിക്കുന്ന ചെക്കൻ, ക്രിക്കറ്റുകാരൻ്റെ ചെക്കനോട് വലിയൊരു കല്ലെടുത്തിട്ട് പറഞ്ഞു, അടിയടാ ഗോള് എന്ന് പറഞ്ഞു. മറ്റവൻ്റെ കല്ല് എറിയുകയും ബാറ്റായിട്ട് കല്ല് അടിക്കുകയും പുലിയുടെ ഉന്നം തെറ്റാതെ പുലിയുടെ നെറ്റിക്ക് ആ കല്ല് ചെന്ന് വീഴുകയും പുലി ബോധം കെട്ട് വീഴുകയും ചെയ്തു. അതോടുകൂടി ആളുകൾ ഓടി വന്നു ഇവരെ കൊത്തിപ്പിടിച്ചു, പ്രശംസിച്ചു. ആരെ മക്കളാണ്, നിങ്ങളെ മാതാപിതാക്കൾ ഭാഗ്യമുള്ളവരാണ്, 10-20 ആളുകളുടെ ജീവൻ നിങ്ങൾ രക്ഷിച്ചില്ലേ എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിത്തരാം, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും പറഞ്ഞു, എനിക്ക് ക്രിക്കറ്റ് പ്ലെയർ ആവണം, മറ്റവൻ പറഞ്ഞു എനിക്ക് ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ എല്ലാവരും ഇവരെ പാരൻസിനെ കാണുകയും സ്കൂളിൽ പോകുകയും അവരെ ആവശ്യത്തിന് ക്യാമ്പുകളിലേക്ക് അയക്കുകയും ചെയ്തു. എങ്കിലും ഇതിലേക്കുള്ള എല്ലാ തീരുമാനങ്ങളും ജനങ്ങൾ എടുത്തു കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ അവരവിടെ പുലിയെ പോയി നോക്കിയപ്പോൾ പുലി അപ്പോഴും ചത്ത മാതിരി കിടക്കുകയാണ് തന്നെ. അപ്പോൾ ഇവർ വേസ്റ്റ് കൊണ്ടിടാൻ പോയ ബക്കറ്റും വേസ്റ്റും അവിടെ ഉണ്ടായിരുന്നു. ആ ബക്കറ്റിലെ വേസ്റ്റും വലിയൊരു പാത്രത്തിൽ വെള്ളവും അവർ കൊണ്ടുപോയി പുലിക്ക് വെച്ച് കൊടുത്തു. പിറ്റേന്ന് രാവിലെ അവർ പോയി നോക്കുമ്പോൾ ആ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് പുലി കാട്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ മറ്റേ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മക്കളെ ഈ ഇത്രയും ഭീകരനായ പുലിക്ക് ഭക്ഷണം കൊടുത്തത്, വെള്ളം കൊടുക്കുന്നതും? പറഞ്ഞു, ആ പുലി കാരണമാണ് ഞങ്ങൾ ആഗ്രഹം സാധിച്ചത്. അതുകൊണ്ട് അന്നു മുതൽ അവർക്ക് 2 പേർക്കും പേര് വന്നു പുലിക്കുട്ടികളെന്ന്. അടുത്ത കഥയുമായിട്ട് വരുന്നത് വരെ ടംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ട. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയൊരു ചിത്രം ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ.